ചേരുന്നത്. ശ്രീകാന്ത്, നമ്മൾ മുണ്ടക്കൈ കണ്ട ആ ഒരൊറ്റ ഷോട്ടിൽ മനസ്സിലാകും എത്രത്തോളം അതിഭീകരമായ ദുരന്തമാണ് അവിടെ ഉണ്ടായതെന്നുള്ള കാര്യം. അതിനകത്തോട്ടേക്ക് പോകുമ്പോഴേക്കും ഒരുപക്ഷെ വിവരണാതീതമായ രീതിയിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി വെളിവാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയല്ലേ ഒരുപക്ഷെ ഇന്ന് മുണ്ടക്കൈയിൽ നിന്ന് കേരളത്തെ കാണിക്കാനുണ്ടാവുക. ശ്രീകാന്ത്, അത്യധികം വേദനാജനകമായ ദൃശ്യങ്ങളുമാണവ. നേരത്തെ ഹാഷ്മി ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വേദനിപ്പിക്കുന്ന വിവരങ്ങൾ, വാർത്തകൾ ഈ മുണ്ടക്കൈയിൽ നിന്ന് നമുക്ക് നൽകേണ്ടി വരുമോ എന്നുള്ളത് അത്യന്തം ആശങ്കപ്പെടുത്തുന്നുണ്ട് ഹാഷ്മി. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മുണ്ടക്കൈക്ക് തൊട്ടടുത്തൊരു മലമുകളിലാണ്. ഇവിടെ നിന്നും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഭാഗത്തുനിന്ന്, മുണ്ടക്കൈ ഭാഗത്ത് എത്രത്തോളം രൗദ്ര താണ്ഡവമാടിയിട്ടുണ്ട് ഈ ഉരുൾപൊട്ടൽ എന്നുള്ളത്. ഈ ഉരുളൻ കല്ലുകളും ഈ ഒലിച്ചിറങ്ങുന്ന വെള്ളവും ഈ മണ്ണും മണൽക്കൂനയ്ക്കും ചെളിക്കും ഒക്കെ അടിയിൽ ഒരു പക്ഷേ മനുഷ്യരുണ്ടാകും ഹാഷ്മി. മുണ്ടക്കൈയിലെ കാണാതായ, ഇനിയും കണ്ടെത്താൻ സാധിക്കാത്ത മനുഷ്യരുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അത്രയേറെ ഭീകരമാണ് ഹാഷ്മി ഈ ദൃശ്യങ്ങൾ. നമ്മൾ മുണ്ടക്കൈ എത്തിയിട്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ പ്രശ്നം നേരിടേണ്ടി വന്ന, പ്രതിസന്ധി നേരിടേണ്ടി വന്ന സർവ്വസാധാരണക്കാരായ ജനങ്ങൾ താമസിച്ച ഈ മുണ്ടക്കൈയിൽ നമ്മൾ എത്തിയിട്ടില്ല. ആ വഴിയിൽ തന്നെയാണ് നിലവിലുള്ളത്. ആ പോകുന്ന വഴിയിൽ ഇതാണ് അവസ്ഥ. നിരവധിയായ വീടുകൾ തകർന്ന് കിടക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഹാഷ്മി. ഭാഗികമായി തകർന്ന വീടുകളുണ്ട്, പൂർണ്ണമായി തകർന്ന വീടുകളുണ്ട്, തകർന്ന വാഹനങ്ങളുണ്ട്. ഇങ്ങനെ ചുറ്റി വളഞ്ഞൊഴുകിയിരുന്ന ഒരു നദിയാണ്. അതിപ്പോൾ ഒരു സൈഡിലേക്ക്, ഈ ആളുകൾ താമസിച്ചിരുന്ന വീടിൻ്റെ സൈഡിലേക്ക് ഗതിമാറി ഒഴുകുന്നു ഹാഷ്മി. ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച, നേരത്തെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവരുടെ കൃഷിയിടങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു, അവരുടെ വീടുകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു, അവരുടെ വാഹനങ്ങൾ ഈ ഭാഗത്തായി നിർത്തിയിട്ടിരുന്നു. ഇതൊക്കെ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഹാഷ്മി ഇപ്പോൾ വിശ്വസിക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഈ ഉരുളൻ കല്ലുകളൊക്കെ കിടക്കുന്ന, ഈ മണ്ണ് കൂനയായി കിടക്കുന്ന, ചെളിവന്നടിഞ്ഞ പ്രദേശങ്ങൾ, ഈ വൻമരങ്ങൾ കടപുഴകി വന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ മനുഷ്യൻ താമസിച്ചിരുന്നതാണ്, അവൻ അന്തിയുറങ്ങിയിരുന്നതാണ്, അവൻ്റെ സർവസ്വവും ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല ഹാഷ്മി. അത്രയേറെ കരളലിയിക്കുന്ന കാഴ്ച. ദേ ആ കാണുന്ന കുന്നിൽ നിന്നാണ് ഇടിഞ്ഞിറങ്ങി ഈ ഉരുൾപൊട്ടൽ സർവശക്തിയുമെടുത്ത് ഈ വെള്ളരിമല, ചൂരൽമല ഭാഗത്തേക്ക് വന്നത്. അക്കാണുന്ന കുന്നിൽ നിന്നാണ് എല്ലാം നഷ്ടപ്പെട്ട ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ ചൂരൽമലക്കാർക്ക്, ഈ മുണ്ടക്കൈക്കാർക്ക്, വെള്ളരിമലക്കാർക്കെല്ലാം നഷ്ടപ്പെട്ടത് ആ മലയിൽ നിന്നും ഇടിച്ചു കുത്തി ഇറങ്ങി ഏതാണ്ട് പുലർച്ചെ സുഖമായി ഉറ്റവർക്കൊപ്പം ഉടയവർക്കൊപ്പം ഉറങ്ങിയിരുന്ന ആളുകൾക്ക് മുകളിലേക്ക് പാറക്കഷ്ണങ്ങളും വലിയ തോതിൽ മണ്ണും കല്ലും ചെളിയും മരങ്ങളും ഒക്കെ വന്ന് വീണ് ജീവൻ പോകുന്ന സാഹചര്യമുണ്ടായത് ഹാഷ്മി. 144 പേരുടെ ജീവനെടുത്ത ആ ഒരു സ്ഥലം, ആ സ്ഥലമാണ് ഹാഷ്മി ഈ കാണുന്നത്. ആ സ്പോട്ടാണ് ഈ കാണുന്നത്. ആ മുണ്ടക്കൈയിലേക്കുള്ള യാത്രാമധ്യയാണ് നമ്മൾ. മുണ്ടക്കൈയിലേക്ക് അടുക്കും തോറും ഹാഷ്മി വേദനിപ്പിക്കുകയാണ്. മുണ്ടക്കൈയിൽ എന്താകും അവസ്ഥ എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഓർക്കാവുന്നതേ ഉള്ളൂ. അക്കാണുന്ന മലയിൽ നിന്നാണ് കുത്തിയൊലിച്ചെത്തിയത് ഹാഷ്മി. ഈ ഉരുളൻ കല്ലുകൾ മാറ്റണം, ആരെങ്കിലുമൊക്കെ ഇവിടെ ഈ മണ്ണിനടിയിലുണ്ടോ എന്നറിയാൻ. ഈ ചെളി നീക്കം ചെയ്യണം, ഈ വലിയ മരങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണം ഹാഷ്മി. ഇതിലിറങ്ങിയാൽ മുട്ടിന് മുകളിലേക്ക് ചെളി, അതിൽ ആഴ്ന്ന് പുതഞ്ഞു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. രക്ഷാപ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതാണ്. അവർ ഇനി ഈ പ്രദേശത്ത് അവരുടെ ഭാഗത്തുനിന്നും ഈ പ്രദേശത്തേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏറെക്കുറെ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് കാര്യക്ഷമമായി നടക്കും എന്നുള്ളത് ഇപ്പോഴും സംശയകരമാണ്. കുറേയധികം ആളുകൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ എത്ര കണ്ട് ഈ രക്ഷാദൗത്യം കാര്യക്ഷമമായി നടത്താൻ സാധിക്കും എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. മഴയുണ്ട്, ഈ മുട്ടിന് മുകളിലേക്ക് ചെളിയുണ്ട്, ഈ വലിയ തോതിൽ മണ്ണടിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇന്ന് നടക്കാൻ സാധ്യത തകർന്നു വീണ വീടുകൾക്ക് ഉള്ളിൽ, കോൺക്രീറ്റുകൾക്കുള്ളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കൽ മാത്രമായിരിക്കും. അത് അറിഞ്ഞതിന് ശേഷം ബാക്കി ഈ ചെളിയിലൊക്കെ തന്നെ ഹിറ്റാച്ചിയൊക്കെ ഇറക്കിയുള്ള തെരച്ചിൽ നടക്കും. സൈന്യം കൂടി എത്തുന്നത് ആശ്വാസകരമാണ്. മുണ്ടക്കൈയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഹാഷ്മി. ഈ പകുതി വഴി പിന്നിടാൻ പോകുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ഒരു ദുരന്ത ഭൂമിയായി മാറി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ മുണ്ടക്കൈയുടെ ഉള്ളിലേക്ക് നമുക്ക് ഇന്നലെ കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നാണ് നമ്മുടെ പ്രതിനിധി ശ്രീകാന്ത് മുണ്ടക്കൈയുടെ ഉള്ളിലേക്ക് പോയതും ഏറ്റവും വിനാശകാരിയായ ഈ ഉരുൾപൊട്ടൽ വരുത്തിയ വിനാശങ്ങൾ നമ്മൾ കാണുന്നതും.